ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചായ പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പലഹാരം ചെയ്തെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ തുടങ്ങി 3.5 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3-4 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 6-7 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ചെറിയുള്ളി കയ്യിലില്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചെറിയുള്ളി തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് വലിയ ജീരകമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാകും. ഇനി ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു ബൗളിനകത്തോട്ടേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരി പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പുട്ടുപൊടി ഉപയോഗിക്കരുത്. പത്തിരി ഇടിയപ്പത്തിൻ്റെ പൊടി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മുടെ മാവ് കുഴക്കുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ചൂടുള്ള വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതിയാകും കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ മറ്റുള്ള മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ നിന്നും 8 ഉരുളകളാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. അടച്ച് വെച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ റെസിപ്പി. ചെമ്മീൻ ഉണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ചെമ്മീനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് അരവ് പുരട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ഒത്തിരി സമയം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ വല്ലാതെ അങ്ങ് ഹാർഡായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി സാധാരണ നമുക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അതുപോലെ മുട്ടയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ മലബാറിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരം എന്ന് പറയുന്നത് ചെമ്മീൻ വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും ചിക്കനൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിലോട്ടേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി ചതച്ചെടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലയിൽ ഞാൻ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു സവാള, മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം നമ്മളൊരു ചെറിയ അളവിലാണല്ലോ ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി കളർ മാറി ഗോൾഡൻ ആ ഒരു കളറിലോട്ടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറുമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടി ഉപയോഗിക്കാം. അതുപോലെ തക്കാളി ഇട്ടിട്ടും ഇത് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ നമ്മളിന്ന് തക്കാളിയോ മുളക് പൊടിയോ ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്ത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ ശരിക്കും ആ മസാലയൊക്കെ ആയിട്ട് നന്നായി ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പൊടിച്ചെമ്മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. വലിയ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ മുറിച്ച് ചേർക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ മിക്സിയുടെ ജാറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി.
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നിങ്ങൾ ഒരു 2 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ മസാലക്കൊക്കെ കറക്റ്റായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അവിടെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുള ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം കനം കുറഞ്ഞു വരുന്ന രീതിയിൽ പരത്തിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഫില്ലിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞൊരളവിൽ ചെയ്തെടുത്താൽ തന്നെ ഇത് ലാസ്റ്റ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാലയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളിത് സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യുക കേട്ടോ. സാധാരണ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമല്ലോ, അതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഞാൻ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ആവി വരുന്ന സമയത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് അതിനകത്തോട്ടേക്ക് നമ്മുടെ ഈ ഉരുളകളൊക്കെ ചെമ്മീനുണ്ടൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് വളരെ കുറഞ്ഞൊരു സമയത്ത് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 10-12 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ളൊരു മസാല റെഡിയാക്കിയെടുക്കാം. ഒന്നുമില്ല, വളരെ കുറഞ്ഞൊരളവിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമാണ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത്. നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ നന്നായിട്ട് നല്ല കളറും അതുപോലെ തന്നെ അത്യാവശ്യം എരിവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മോനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം കട്ടിയിൽ ചെയ്തെടുത്തിട്ടില്ല. കുറച്ച് ലൂസായിട്ട് തന്നെ ചെറിയൊരു ആ ഒരു ഫ്രൈ ചെയ്യുന്ന രീതി കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. എപ്പോഴും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ പാകമായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ രണ്ടിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുപോലെ ഈ മസാലക്കൂട്ടിൽ ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുത്ത് ഫ്രൈ ചെയ്തിട്ട് കൂടി ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ തന്നെ ധാരാളമാണ്. ഇതിലോട്ടേക്ക് ഒരു തണ്ട് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഈ എണ്ണയിലോട്ടേക്ക് ഇട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് സാധാരണ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള മലബാറിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. നമ്മൾ ഒത്തിരി റെസിപ്പി മലബാറിൻ്റെത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാകും. വിരുന്നുകളിലൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു പലഹാരമാണെന്ന് തന്നെ പറയാം. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ആവിയിലൊക്കെ വേവിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.